നോമ്പ് ഒന്നാം ചൊവ്വ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. തെറ്റ് ചെയ്താൽ ശിക്ഷ അനിവാര്യമെന്നാണ് ലോകനിയമം. ദൈവം മോശയിലൂടെ നൽകിയ പഴയ നിയമം അതിനെ സാധൂകരിക്കുന്നു. അതിൻ്റെ സ്ഥാനത്ത് യേശു പുതിയ കൽപ്പന സ്ഥാപിക്കുന്ന ഭാഗമാണ് നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. അത് ശിക്ഷയുടെ നിയമമല്ല, മറിച്ച് കൃപയുടെ പുതിയ കൽപ്പനയാണ്. വിൽപത്രം ഉണ്ടാക്കിയവൻ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് മാറ്റിയെഴുതാം. ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പന യേശു മാറ്റിയെഴുതി. അവൻ ദൈവമാണെന്ന് ഇതിനാൽ സ്വയം പ്രഖ്യാപിക്കുകയാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് യേശു വന്നിരിക്കുന്നത്. പഴയ ന്യായപ്രമാണത്തിന് ഇനി പ്രസക്തിയില്ല. നമ്മുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയുമായ എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് കൊണ്ടാണ് പുതിയ കൽപ്പന അവൻ സ്ഥാപിക്കുന്നത്. ഇനി പാപത്തിന് ശാശ്വത ശിക്ഷയില്ല. എളിമയോടും അനുതാപത്തോടു കൂടിയും തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ ഏത് കഠോര പാപവും ക്ഷമിക്കപ്പെടുമെന്ന രീതിയിലാണ് യേശു അത് മാറ്റി എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കരുണയുടെ മുഖമായിട്ടാണ് യേശു അയക്കപ്പെട്ടിരിക്കുന്നത്. നാം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞാൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകാൻ നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മെ വിശുദ്ധീകരിക്കും. അത് മാറ്റമില്ലാത്ത പുതിയ നിയമ കൽപ്പനയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ പോലെ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴാണ് നാം അവിടുത്തെ മറ്റുള്ളവർക്ക് ഗോചരമാക്കുക. അപ്പോഴാണ് ലോകത്തെ യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ കഴിയുക. എന്നാൽ അവൻ്റെ പേരിൽ നന്മയെന്നു കരുതി നാം ചെയ്യുന്ന പല പ്രവൃത്തികളും മറ്റുള്ളവരെ യേശുവിൽ നിന്ന് അകറ്റുകയല്ലേ ചെയ്യുന്നത്. യേശുവിൻ്റെ ലാളിത്യവും ദാരിദ്ര്യാരൂപിയും കരുണയും കണി കാണാൻ പോലും കഴിയാത്ത അരൂപിയില്ലാത്ത ആർഭാടത്തിൻ്റെ പ്രദർശനങ്ങളാണ് അവൻ്റെ പേരിൽ നാം ചെയ്ത് കൂട്ടുന്നത്.